الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. فقد قال الله سبحانه وتعالى في محكم التنزيل: أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ, ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള വിചാരം അത് ഏറ്റവും നല്ല വിചാരമാണ് ഉണ്ടാവേണ്ടത് എന്നും ആ വിഷയത്തിൽ പ്രവാചകന്മാരുടെയും മഹത്തുക്കളായ സ്വാലിഹുകളുടെയും ഒക്കെ രീതി അങ്ങനെയായിരുന്നു എന്നുമൊക്കെയാണ് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുവിനെ കുറിച്ച് ദുഷിച്ച ഒരു വിചാരം, മോശമായ വിചാരം വെച്ച് പുലർത്തുന്ന ആളുകൾ അവർ കപട വിശ്വാസികളായിരിക്കും, അല്ലെങ്കിൽ വെറുതെ വിശ്വാസികളായിരിക്കും. അത്തരം ആളുകളാണ് അല്ലാഹുവിനെ കുറിച്ച് ദുഷിച്ച വിചാരം, ന്യായമല്ലാത്ത രൂപത്തിലുള്ള വിചാരം വെച്ച് പുലർത്തുന്നവർ എന്നാണ്. അവർക്കതിന് ശക്തമായ ശിക്ഷയും ഉണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സൂറത്ത് അൽ-ഫത്ഹിന്റെ 6-ാമത്തെ വചനം. സൂറത്ത് അൽ-ഫത്ഹ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ആമുഖം, അതിന്റെ തുടക്കം ഹുദൈബിയ സന്ധി മൂലം മുസ്ലിമീങ്ങൾക്കുണ്ടായ വിജയവും അതോടൊപ്പം തന്നെ കൈവന്ന വലിയ നേട്ടങ്ങളെ സംബന്ധിച്ചും, അതോടൊപ്പം തന്നെ ആ ഹുദൈബിയ സന്ധിയിലൂടെ മുസ്ലിങ്ങൾക്ക് എതിരെ നിന്ന ആളുകൾക്ക് എന്തൊക്കെയാണ്
ഉണ്ടാകുന്നത് എന്ന് നമുക്ക് സൂചിപ്പിക്കുന്ന ഒരു അധ്യായത്തിന്റെ തുടക്കമാണ്. അതിൽ 6-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാം, വയുഅദ്ദിബൽ മുനാഫിഖീന വൽ മുനാഫിഖാത്തി വൽ മുശ്രികീന വൽ മുശ്രികാത്ത്. കപടന്മാരായ കപടവിശ്വാസികളായ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും, ബഹുദൈവാരാധകരായ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ശിക്ഷിക്കുക, അവർക്ക് ശിക്ഷ നൽകുക എന്നതിനു വേണ്ടി കൂടിയാണ്. ആ ആളുകൾ ആരാണ്? അല്ലാഹുവിനെ കുറിച്ച് ദുഷിച്ച ധാരണ ധരിച്ചുകൊണ്ടിരിക്കുന്നവരാണവർ. അല്ലാഹുവിനെ കുറിച്ച് ദുഷിച്ച ധാരണയുള്ളവരാണവർ. കപടന്മാരും ബഹുദൈവ വിശ്വാസികളും അങ്ങനെയാണ്. അലൈഹിം ദാഇറത്തുസ്സൗ, അവരുടെ മേൽ തിന്മയുടേതായ ഒരു വലയമുണ്ടാകും. വഗളിബല്ലാഹു അലൈഹിം, അവരുടെ മേൽ അല്ലാഹു കോപിക്കുകയും വലഅനഹും, അവരെ അല്ലാഹു ശപിക്കുകയും വഅഅദ്ദ ലഹും ജഹന്നമ, നരകം അവർക്ക് അല്ലാഹു ഒരുക്കി വച്ചിരിക്കുകയും ചെയ്യുന്നു. വസാഅത്ത് മസീറ, അത് വളരെ മോശമായ പര്യവസാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അപ്പൊ അല്ലാഹു ഈ ആയത്തിലൂടെ പരിചയപ്പെടുത്തുന്ന ഒരു കാര്യം, അല്ലാഹുവിനെ കുറിച്ച് ദുഷിച്ച ധാരണ വെച്ചു പുലർത്തുന്ന ആളുകൾ, അല്ലാഹുവിനെ കുറിച്ച് മോശമായി ധരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ കപടന്മാരുമാണ്. അതോടൊപ്പം തന്നെ അവിശ്വാസികളായ ആളുകൾ, ബഹുദൈവ വിശ്വാസികളായ ആളുകൾ, അവരാണ് അത്തരം ധാരണ വെച്ചു പുലർത്തുന്ന ആളുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശക്തമായ ശിക്ഷ നൽകും എന്നും അല്ലാഹു അതിനെ തുടർന്ന് പറയുന്നു. മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറയുന്നത് യമുന്നൂന ബില്ലാഹി ഗൈറൽ ഹഖ് വന്നൽ ജാഹിലിയ്യ എന്നാണ്. അവർ അല്ലാഹുവിനെ കുറിച്ച് ന്യായമല്ലാത്ത നിലയിൽ മോശമായ ധാരണ വെച്ചു പുലർത്തിയവരാണ്. അതായത് വന്നൽ ജാഹിലിയ്യ, അജ്ഞാനകാലത്തെ വിചാരം, ധാരണ എന്നാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ കുറിച്ച് മോശമായ ധാരണ വെച്ചു പുലർത്തുന്ന ആളുകൾ, അവരുടെ കൽബിലുള്ള ആ ധാരണയെ അല്ലാഹു പറയുന്നത് അത് അജ്ഞാന കാലഘട്ടത്തിലെ ധാരണക്ക് സമാനമാണ്. എന്താണത്? അത് വിശദീകരിക്കാൻ ധാരാളം പറയേണ്ടി വരും. അല്ലാഹുവിന്റെ സിഫത്തുകളെ കുറിച്ചുള്ള ധാരണ, അല്ലാഹുവിന്റെ ഉലൂഹിയത്തിനെ സംബന്ധിച്ചുള്ള ധാരണ, അല്ലാഹുവിന്റെ റുബൂബിയത്തിനെ സംബന്ധിച്ചുള്ള ധാരണ, അവിടെയെല്ലാം വ്യക്തമല്ലാത്ത, സത്യമല്ലാത്ത, ധർമ്മമല്ലാത്ത, അല്ലാഹുവിലേക്ക് ചേർത്ത് പറയാൻ പാടില്ലാത്ത ധാരാളം ധാരണകൾ അത്തരം ആളുകൾ വെച്ച് പുലർത്തിയിട്ടുണ്ട്. ഇത് അല്ലാഹുവിനെ കുറിച്ച് മോശമായ ധാരണ വെക്കലാണ്, അല്ലാഹു പഠിപ്പിക്കാത്ത രൂപത്തിൽ അവനെ ധരിക്കലാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ മോശമായ ധാരണ വെച്ചു പുലർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശിക്ഷ ഉണ്ട്. അവർക്ക് അല്ലാഹുവിന്റെ അടുത്തുനിന്ന് ഒരു തരത്തിലും ഒരു ഖൈറാത്തും ലഭിക്കാൻ പോകുന്നില്ല. അവർക്ക് ശിക്ഷയാണ് ഉണ്ടാവുക എന്ന് അല്ലാഹു പറയാം. ഇനി ഞാൻ വിഷയത്തിന്റെ മറ്റൊരു ഭാഗം ചർച്ച ചെയ്യുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹുവിനെ കുറിച്ച് നല്ല വിചാരം വേണ്ട ഇടങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ഇടങ്ങളിലാണ് അല്ലാഹുവിനെ കുറിച്ച് പ്രത്യേകമായി നല്ല വിചാരം വെച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമതായി വെക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന അബദ്ധങ്ങളിൽ, തെറ്റുകളിൽ, കുറ്റങ്ങളിൽ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിനെ കുറിച്ച് നല്ല വിചാരം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്റെ റബ്ബാണ്, അവൻ എന്റെ പാപങ്ങൾ പുറത്തു തരാതിരിക്കില്ല, അവൻ എന്റെ തൗബ സ്വീകരിക്കാതിരിക്കില്ല, അവൻ എന്നോട് ഏറ്റവും കരുണയുള്ളവനാണ് എന്ന് അല്ലാഹുവിനെ കുറിച്ചുള്ള നല്ല ധാരണയോടുകൂടിയാവണം തൗബ ചെയ്യേണ്ടത് എന്നാണ്. അപ്പൊ തൗബ ചെയ്യുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ കാര്യം ഓർക്കണം. 2 ആയത്തുകൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലം യഅലമു അന്നല്ലാഹു യഖ്ബലു തൗബത അൻ ഇബാദി വയഖുദു സ്വദഖാത് വഅന്നല്ലാഹു ഹുവ
التواب الرحيم ألم يعلموا അവരറിയുന്നില്ലേ أن الله هو يقبل التوبة عن عباده തീർച്ചയായും അല്ലാഹു അവന്റെ അടിമകളിൽ നിന്ന് പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, തൗബ സ്വീകരിക്കുന്നവനാണെന്ന് അവർക്കറിയില്ലേ. ദാനങ്ങളെ സ്വീകരിക്കുന്നവനുമാണ്. തീർച്ചയായും അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനാണ്, കരുണാവാരിധിയാണ് എന്നവർക്ക് അറിയില്ലയോ. അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനാണ്. ഏത് തരത്തിലും ഏത് അബദ്ധത്തിൽ വീണുപോയാലും റബ്ബിലേക്ക് തിരിച്ചു വന്നാൽ, മനസ്സ് നന്നാക്കിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്താൽ, റബ്ബിനോട് പശ്ചാത്തപിച്ചു മടങ്ങിയാൽ റബ്ബ് സ്വീകരിക്കും എന്ന് അല്ലാഹു പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞത് കാണാം. അല്ലാഹു റസൂലുള്ളാഹിനോട് പറയാൻ പ്രഖ്യാപിക്കാൻ പറയുകയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. നബിയേ, അങ്ങ് പ്രഖ്യാപിക്കണം, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വദേഹങ്ങളോട് അക്രമത്തിൽ അതിര് വിട്ട് കടന്നുപോയ, അതിര് പ്രവർത്തിച്ചു പോയ എന്റെ അടിമകളോട് അങ്ങ് പറയണം നബിയേ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ കരുണയിൽ നിന്ന്, കാരുണ്യത്തിൽ നിന്ന് നിരാശരാവേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ, അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ്. ഇന്നഹു വൽ ഗഫൂറുർ റഹീം, അവനേറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. അത് നബിയെ അങ്ങ് പ്രഖ്യാപിച്ചു കൊടുക്കണം. മനസ്സിലങ്ങോട്ട് ഉറപ്പിച്ചോട്ടെ, മനസ്സിലങ്ങോട്ട് ഉറപ്പിക്കണമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തെ കുറിച്ച് ഓർമ്മ ഉണ്ടാവണം, അല്ലാഹുവിന്റെ വിശേഷണങ്ങളെ കുറിച്ച് ഖൽബിൽ ഉറപ്പുണ്ടാവണം. അങ്ങനെ ആ രൂപത്തിൽ അല്ലാഹുവിനെ കുറിച്ച് നല്ല വിചാരത്തോടെ നിങ്ങൾ പടച്ചവനോട് തൗബ ചെയ്യണം. അല്ലാഹു പൊറുക്കൂലേ, വിട്ടു തരുമോ, തരൂലേ എന്നൊന്നുമല്ല. അല്ലാഹു വിട്ടു തരും, അവൻ പുറത്തു തരും. അവൻ വാഗ്ദത്തം ചെയ്തതാണ്, അവൻ കൽപ്പിച്ചതാണ്. ഇതൊരു സത്യവിശ്വാസിയുടെ ഖൽബിൽ എപ്പോഴും ഉണ്ടാവണം. ഏതെങ്കിലും സമയത്ത് അബദ്ധങ്ങളുടെ ഘോഷയാത്രയിലൂടെ കടന്നുപോയി, അബദ്ധങ്ങൾ മാത്രമാണ് ചെയ്തത്, ഒരു ദിവസം തിരിച്ചു വരാൻ ആഗ്രഹിക്കുമ്പോൾ, അവന്റെ മനസ്സിലുണ്ടാവണം, അങ്ങനെ എത്ര ദൂരം പോയാലും തിരിച്ചു നടന്നാൽ എന്റെ റബ്ബെന്നെ സ്വീകരിക്കും എന്ന് അല്ലാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം അവന്റെ ഖൽബിൽ ഉണ്ടാവണം. രണ്ടാമത്തതോ, ദുആ ചെയ്യുന്ന ഏത് സന്ദർഭങ്ങളിലും അല്ലാഹുവിനെ കുറിച്ച് നല്ല വിചാരം ഉണ്ടാവണം. പ്രാർത്ഥിക്കുവാൻ കൈയുയർത്തി കഴിഞ്ഞാൽ റബ്ബിനെ കുറിച്ച് നല്ല വിചാരത്തോടെ പ്രാർത്ഥിക്കണം. അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞതാണ്, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുവിൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അല്ലാഹു വാഗ്ദാനം നൽകിയതാണ്, നിങ്ങൾ ദുആ ചെയ്തോളി, ഉത്തരം തരാം. എന്ന് മാത്രമല്ല, ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, നബി പറയണം, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ എന്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുന്നതേ അല്ല. നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ എന്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുന്നതേ അല്ല. റബ്ബിന്റെ പരിഗണന വേണോ? പ്രാർത്ഥിക്കണം കുറച്ച മനസ്സോടെ, അല്ലാഹു നൽകുമെന്ന നല്ല വിചാരത്തോടെ പ്രാർത്ഥിക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ അത് രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദ്ഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടെ നിങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്യുവീൻ.
ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടെ റബ്ബിനോട് നിങ്ങൾ ദുആ ചെയ്യുവീൻ. ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുണ്ടാവണം, നല്ല ഉറപ്പോടെ കിട്ടും. എന്റെ റബ്ബ് തരും, എന്റെ റബ്ബ് തരും. അശ്രദ്ധമായി ദ്വാരക്കരുത്. അല്ലാഹു റസൂൽ പറയാണ്, വഅലമു അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലില്ലാഹ്. തീർച്ചയായും നിങ്ങൾ അറിയണം, അല്ലാഹു ഉത്തരം നൽകുന്നതേ അല്ല. ആർക്കാണ് ഉത്തരം നൽകാത്തത്? ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലില്ലാഹ്. അശ്രദ്ധമായി, ശ്രദ്ധയില്ലാതെ, മടി പിടിച്ച്, യാതൊരുവിധ ഹൃദയ സാന്നിധ്യവുമില്ലാതെ ദുആ ചെയ്യുന്നവന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകുന്നതേ അല്ല. കൈ ഉയർത്തിയിട്ട് നമ്മുടെ ശ്രദ്ധ വേറെ എവിടെങ്കിലൊക്കെയാണ്. എന്തൊക്കെയോ വാക്കുകൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും ഉത്തരം കിട്ടില്ല. ഉത്തരം കിട്ടണമെങ്കിൽ കൽബിൽ ഉറപ്പുണ്ടാവണം. ചോദിക്കുന്നത് നാവും കൽബും പരസ്പരം തലപ്പുസായി കൊണ്ട് ദ്വാരക്കണം. നാവും കൽബും ഒരുപോലെ ഉണ്ടാവണം. താൻ പറയുന്നത് തന്റെ കൽബിൽ തട്ടിപ്പറയണം. അതെനിക്ക് അല്ലാഹു തരും, ഉറപ്പ്. റബ്ബ് പറഞ്ഞതാണല്ലേ, അല്ലാഹു പറഞ്ഞല്ലേ, എന്റെ ഒരു അടിമ എന്നിലേക്ക് രണ്ട് കൈകളും ഉയർത്തിയാൽ യാതൊരുവിധ ഫലവുമില്ലാതെ അതിശൂന്യമായി മടക്കുന്നത് അല്ലാഹു ലജ്ജിക്കുന്ന കാര്യമാണ്. അല്ലാഹു ലജ്ജിക്കുകയാണ്. നിങ്ങൾ കൈകൾ ആകാശത്തിലേക്ക് ഉയർത്ത റബ്ബേ എന്ന തന്റെ റബ്ബിനെ ഹൃദയ സാന്നിധ്യത്തോടെ ഉറപ്പോടെ ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടെ വിളിച്ചാൽ ആ വിളിക്ക് റബ്ബ് ഉത്തരം ചെയ്യാതിരിക്കില്ല. അല്ലാഹുവിന് ലജ്ജയാണ് നിങ്ങളെ വെറുതെ മടക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ ദുആ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ കുറിച്ച് നല്ല വിചാരത്തോടെ വരണം. അവൻ തരും. അവനല്ലാതെ ആരെ തരാനുള്ളത്? അവനല്ലാതെ ആരെ നമുക്ക് തരാനുള്ളത്? നമുക്കെല്ലാം തന്നതും തന്നുകൊണ്ടിരിക്കുന്നതും എല്ലാം അവനല്ലേ. അപ്പൊ പിന്നെ അവനല്ലാതെ ആരാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാനുള്ളത്? ആരാണ് നമ്മുടെ പാപം പൊറുക്കാനുള്ളത്? ആരാണ് നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് തരാനുള്ളത്? അവനല്ലാതെ. അവൻ കൈവിട്ടാൽ പിന്നെ ആരാലും താങ്ങാൻ കഴിയുമോ നമ്മളെ? ആരാലും രക്ഷിക്കാൻ കഴിയുമോ നമ്മളെ? ഇല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനോട് ഹൃദയ സാന്നിധ്യത്തോടെ ഉറപ്പോടെ റബ്ബിനെ വിളിച്ചോ, അവൻ തരും. അല്പം വൈകിയാലും അല്പം വിഷമം സഹിക്കേണ്ടി വന്നാലും ഗുണപരമായ പര്യവസാനം അവൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇനി മൂന്നാമത്തെ ഇടം, മരണ സന്ദർഭത്തിലും അല്ലാഹുവിനെ കുറിച്ച് നല്ല വിചാരം ഉണ്ടാവും. മരണസമയത്ത് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന മൂന്നായത്തുകളിൽ അവസാനത്തെ ആയത്ത് എന്തായിരുന്നു? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരണപ്പെട്ടു പോകരുതേ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാ. എന്ന് പറഞ്ഞാൽ മരിക്കുന്ന സമയത്ത് തന്റെ റബ്ബിനെ കുറിച്ചുള്ള നല്ല ധാരണയിൽ തന്റെ റബ്ബ് തന്നെ കൈവിടില്ലെന്ന അതിയായ ആഗ്രഹത്തോടെ ആ റബ്ബിന്റെ പ്രഖ്യാപനമായ തൗഹീദിന്റെ വചനം പറഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തു തൗഹീദിന്റെ ആ അനശ്വരമായ മന്ത്രോച്ചാരണം പറഞ്ഞുകൊണ്ട് ലോകത്തോട് വിട പറയാൻ അതിന് കഴിയണം. അതിന് മനുഷ്യർ റബ്ബിനെ കുറിച്ച് നല്ല വിചാരം ഉണ്ടാവണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, ലാ യമൂതന്ന അഹദുകും ഇല്ലാ വഹുവ യുഹ്സിനു ബില്ലാഹി മൻ. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും അല്ലാഹുവിനെ കുറിച്ച് നല്ല വിചാരത്തിലല്ലാതെ മരിച്ചു പോകരുതേ. എന്റെ റബ്ബിനെ കൈവിടില്ല, അവനെനിക്ക് ഖൈർ തരും എന്ന് ഉറച്ചു വിശ്വസിച്ചു കൊണ്ടുപോകണം മരണത്തിലേക്കും നടന്നെടുക്കാനും. അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു മഖാമിനെ കുറിച്ച് ഞാൻ പറയാം. ഒരു മനുഷ്യൻ അയാൾ രക്ഷപ്പെടും എന്ന് പറയുന്ന ഒരു മഖാം എന്താണെന്നറിയാം? അള്ളാഹിനെ കുറിച്ചുള്ള ഏറ്റവും നല്ല വിചാരം. അതിൽ രണ്ട് ഘടകങ്ങൾ ചേർന്ന് വരും. ഒരിക്കൽ സഹാബിയെ കാണാൻ അള്ളാഹിന്റെ റസൂൽ വരാൻ. അദ്ദേഹം മരണാസന്നനായിട്ടുണ്ട്. ആ സമയത്ത് അള്ളാഹിന്റെ റസൂലിന്റെ അടുത്ത് വന്നു. റസൂൽ ചോദിച്ചു, എങ്ങനെയുണ്ട്?
അപ്പൊ ആ സ്വഹാബിയുടെ മറുപടി, നബിയെ, ഞാൻ രണ്ട് കാര്യങ്ങൾക്കിടയിലാണ്. ഒന്ന്, എന്റെ പാപങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ റബ്ബിന്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ എനിക്ക് പേടിയുണ്ട്. രണ്ട്, എന്റെ റബ്ബിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയുമുണ്ട് നബിയെ. എന്റെ പാപങ്ങളിലേക്ക് നോക്കുമ്പോൾ ഞാൻ വല്ലാതെ പേടിക്കുന്നുണ്ട്, കാരണം റബ്ബിനെ കണ്ടുമുട്ടാൻ പോകാണല്ലോ. പക്ഷേ എന്റെ റബ്ബിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അങ്ങേയറ്റത്തെ പ്രതീക്ഷയുമുണ്ട് നബിയെ. അപ്പൊ റസൂൽ പറയാണ്, ഈ ഒരു സ്ഥാനത്തിലേക്ക് ഏതൊരടിമയെത്തിയോ അയാൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്, അയാൾ രക്ഷപ്പെടുന്നവനാണ്. ഖൗഫും റജാഇനും ഇടയിലാകാനാണ്. ഖൗഫുണ്ട്, എന്നാൽ തന്റെ റബ്ബിനെ കുറിച്ചുള്ള ഏറ്റവും നല്ല പ്രതീക്ഷയിലുമാണ് അയാൾ. അങ്ങനെ മരിക്കണമെന്നാണ്. ഇദാ റഅയ്തുമുർ റജുല ബിൽ മൗത് ഫബശ്ശിറൂഹു ഹത്താ യൽഖാ റബ്ബഹു വഹുവ ഹസനുൻ വന്നി ബിഹി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് പോയി അയാൾ മരിക്കാൻ പോകുന്ന സന്ദർഭമാണ്, അയാൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നിങ്ങൾ ഒരാൾ അടുത്ത് ചെല്ലുന്നതെങ്കിൽ നിങ്ങൾ അയാളോട് ശുഭവാർത്ത അറിയിക്കണം. അയാൾക്ക് നിങ്ങൾ ശുഭവാർത്ത പറഞ്ഞു കൊടുക്കണം, അയാളെ അറിയിക്കണം. എന്തിനാണെന്നറിയോ? അയാൾ തന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ നല്ല വിചാരത്തോടെ കണ്ടുമുട്ടട്ടെ. റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ നല്ല വിചാരത്തോടെ കണ്ടുമുട്ടാൻ അയാൾക്ക് ശുഭവാർത്ത അറിയിച്ചു കൊടുക്കും. അതാ റസൂലിന്റെ വാക്കുണ്ടല്ലോ, നിങ്ങൾ മരിക്കാൻ പോകുന്ന ആളുടെ അടുത്ത് എന്താ പറയേണ്ടത്? അയാൾ പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലാഹുവിന്റെ കലിമത്താണ്, അഥവാ കലിമത്തുൽ തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ വാക്ക് നിങ്ങൾ കേൾക്കണം. അയാളുടെ നാവിലൂടെ വരണം. അല്ലാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ അയാൾക്ക് ഉണ്ടാവണം. റബ്ബ് ഏറ്റെടുക്കുമെന്നുള്ള സന്തോഷം ഉണ്ടാവണം. അതിലൂടെ അയാൾ അങ്ങോട്ട് മരിച്ചോട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അപ്പൊ പ്രിയപ്പെട്ടവരെ, അള്ളാഹിനെ കുറിച്ച് ഈ ഇടങ്ങളിലെല്ലാം നല്ല വിചാരം മാത്രമാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ടത് എന്ന് നിർത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന അൽ ഹബീബ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുണ്ടാവേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. തന്റെ റബ്ബിനെ കുറിച്ച് നല്ല വിചാരം എപ്പോഴും ഉണ്ടാവണം. അതിനറിയണമെങ്കിൽ റബ്ബിനെ കുറിച്ച് കൃത്യമായി അറിയണം. മുകളിൽ സ്ഥലം ഉണ്ടാവും, മുകളിൽ സ്ഥലം ഉണ്ടാവും, ഇന്ന് പ്രയാസപ്പെടണ്ട, മുകളിൽ സ്ഥലമുണ്ട്. അപ്പോ അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം ഉണ്ടാക്കുക, നല്ല വിചാരം ഉണ്ടാക്കണം. അതിന് അള്ളാഹ് എന്താണെന്ന് അറിയണം. അള്ളാഹു നമുക്ക് നൽകിയ സ്ഥാനവും മഹത്വം അറിയണം. മനുഷ്യൻ എന്ന് പറയുന്നതാണ് ഏറ്റവും ഹൈറായത്. മനസ്സിലായോ? ഏറ്റവും നല്ല ആൾ മനുഷ്യനാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടൻ മനുഷ്യനാണ്. ഏറ്റവും ഉത്കൃഷ്ടൻ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ബനി ആദം സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു. ആ ബഹുമാനത്തിന് നിരക്കാത്തതൊന്നും നിന്നിൽ നിന്നുണ്ടാവരുത്. കാരണം റബ്ബ് നിനക്ക് നൽകിയ അനുഗ്രഹം ഏറ്റവും വലുതാണ്, ഏറ്റവും വലുതാണ്. മനസ്സിലായി? പക്ഷെ ഇതിനെ ഇല്ലാതാക്കുകയാണ് നമ്മുടെ നാട്ടിലാണ്. അള്ളാഹിനെ കുറിച്ച് വിവരമില്ലാത്ത ആളുകൾ, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് അറിയാത്ത ആളുകൾ എന്തൊക്കെയാ പറയാ. കഴിഞ്ഞ ദിവസം ഒരാളുടെ ഒരു സംസാരം കേട്ട് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു. അള്ളാഹുവിലേക്ക് അടുക്കുവാൻ ശൈഖുമാരെ തരീഖത്തിലൊക്കെ പോയി, തരീഖത്തിലൂടെ കടന്നുപോയാലേ അള്ളാഹിന്റെ അടുത്ത് വലിയ മഹത്വം രക്ഷയുണ്ടാകും എന്നൊക്കെ വിചാരിക്കുന്ന, തെറ്റുധരിക്കുന്ന കുറെ മനുഷ്യന്മാരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതിലൊരാൾ വലിയൊരു കഥ, ഒരു സംഭവം പറയാണ്. ഒരു ഷെയ്ഖിന്റെ അടുത്ത് ഒരു മുരീദാവാൻ ചെന്നവനോട് ആ ഷെയ്ഖ് പറഞ്ഞത്രേ, നിനക്ക് മുരീദാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ പറയുന്ന ദിക്ർ ചൊല്ലണം. ആ ദിക്ർ ഒരു കൊല്ലം ചൊല്ലണം. അപ്പൊ ചൊല്ലാം ഷെയ്ഖ്, നിങ്ങൾ പറഞ്ഞോളി.
എന്തായിരുന്നു ദിക്ർ? ദിക്ർ ഇതാണ്, അനജാമൂസുൻ. അനജാമൂസുൻ എന്ന് പറഞ്ഞാൽ ഞാൻ പോത്താണ്, ഞാൻ പോത്താണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നോളി. അയാൾ ഇങ്ങനെ ഒരു കൊല്ലം പറഞ്ഞു, അത്ര ഒരു കൊല്ലം പറഞ്ഞിട്ട് തിരിച്ചു വന്നു. അപ്പം ത്വരീഖത്തിന്റെ ശൈഖ് പറഞ്ഞു കയറിപ്പോന്നോളി. അപ്പൊ അയാൾ ഈസി ആയിട്ട് കയറിപ്പോന്നു. അപ്പൊ ശൈഖ് പറഞ്ഞത്ര നീ ശരിയായിട്ടില്ല, അതുകൊണ്ട് 2 കൊല്ലം കൂടി ഈ ദിക്ർ ചൊല്ലണം എന്ന്. അനജാമൂസുൻ, ഞാൻ പോത്താണ് എന്ന് 2 കൊല്ലം പറയണം. അങ്ങനെ ഈ മനുഷ്യൻ 2 കൊല്ലം അത് പൂർത്തിയാക്കിയിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോ ശൈഖ് പറയുന്ന കേറി പറയും. അപ്പൊ അയാൾ പറഞ്ഞു എനിക്ക് കയറി വരാൻ കഴിയുന്നില്ല. ശൈഖ് പറഞ്ഞു കയറി വന്നോളില്ല. അയാൾ പറഞ്ഞു എനിക്ക് കയറി വരാൻ പറ്റൂല. എന്തേ? എന്റെ കൊമ്പുകൾ ഈ വാതിലുമ്മ തടയുന്നുണ്ട്. എന്റെ കൊമ്പ് ഈ വാതിൽ തടയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ 3 കൊല്ലമായി തന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് താൻ ഒരു മൃഗമാണ്, 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 ആ മൃഗത്തിൽ തന്നെ പോത്താണ് ഞാൻ എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അയാൾക്ക് അയാളെ കുറിച്ച് തന്നെ തോന്നി ഞാനൊരു പോത്താണ് എന്നാണ്. മനസ്സിലായി? മനുഷ്യന്റെ ഏറ്റവും നല്ല വിലയെ നശിപ്പിച്ച് അവനൊരു പോത്താണെന്ന് അവന്റെ മനസ്സിൽ രൂഢമൂലമാക്കുവാൻ ഒരു ത്വരീഖത്തിന്റെ ശൈഖ് പ്രവർത്തിക്കുന്നു എന്ന്, അതൊക്കെ വലിയ റിയാദകളാണെന്നും വലിയ വലിയ മഹത്വമായ സ്ഥാനമാണെന്നൊക്കെയാണ് ഇത്തരം ആളുകൾ പറയുന്നത്. ഇവർക്ക് അള്ളാഹിനെ കുറിച്ച് വല്ല വിചാരമുണ്ടോ? ഇവരൊക്കെ അള്ളാഹുവിനെ കുറിച്ച് എന്താണ് ധരിച്ചു വെച്ചത്? അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ഇവർ എന്ത് പഠിച്ചു വെച്ചിട്ടുണ്ട്? അള്ളാഹിന്റെ ദീനിൽ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് അള്ളാഹു കൽപ്പിച്ചു തന്നിട്ടുള്ള മഹത്വത്തെ അങ്ങനെ തന്നെ ഉൾക്കൊള്ളുകയും താൻ അള്ളാഹു സൃഷ്ടിച്ച ഏറ്റവും നല്ല ശക്തിയാണെന്നും ആ ശക്തിയിൽ നിന്ന് ഏറ്റവും നല്ല പ്രവർത്തനം അള്ളാഹുവിനുള്ള ഇബാദത്താണെന്നും അവനെ അനുസരിച്ചു ജീവിക്കലാണ് എന്നുമുള്ള ഏറ്റവും നല്ല വിചാരം ഒരു മനുഷ്യന്റെ കൽബിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതിന് പകരം ഒരു മനുഷ്യനെ നന്നാക്കണതാണെന്ന്, ഞാൻ മൃഗമാണ്, ഞാൻ പോത്താണ് എന്ന് നിരന്തരം പറഞ്ഞോളിയും. ഇതൊക്കെ കഥകളായി പറയപ്പെടുകയും സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇതൊക്കെ സംസാരിക്കുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, തെറ്റുധരിക്കരുത്. ഇതൊന്നും ഇസ്ലാമല്ല, ഇതൊന്നും ദീനല്ല, ഇതൊന്നും ഇസ്ലാമിന്റെ ഒരു ബാലപാഠം പോലും അറിയാത്തവന്റെ ഒക്കെ പ്രയോഗങ്ങളാണ്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊക്കെ കാണുമ്പോൾ സുഹൃത്തുക്കളോടൊന്ന് പറഞ്ഞു കൊടുക്കണം, ഈ പറയുന്നവരൊന്നും ഒരു ഇൽമുമില്ലാത്ത തലേക്കെട്ട് മാത്രമുള്ള ആളുകളാണ്. ഇവർക്കൊന്നും ഒരു വിവരവുമില്ല. ഇവർക്കൊക്കെ കഥകൾ പറഞ്ഞ് റീച്ചുണ്ടാക്കൽ മാത്രമാണ് ലക്ഷ്യം എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും നല്ല നിലക്ക് താൻ അള്ളാഹുവിന്റെ നല്ലൊരു അടിമയാണെന്നും അവൻ എന്നെ കൈവിടില്ല എന്നും ആ റബ്ബിന്റെ അടുത്ത് എനിക്ക് രക്ഷപ്പെടാൻ എന്റെ റബ്ബ് എനിക്ക് പഠിപ്പിച്ചു തന്ന പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ആശയങ്ങൾ യഥേഷ്ടം മതിയാകും എന്നും കൃത്യമായി ഉൾക്കൊണ്ട് മുന്നോട്ട് പോയാൽ പ്രിയപ്പെട്ടവരെ അള്ളാഹിന്റെ അടുത്ത് രക്ഷപ്പെടാൻ കഴിയും. ഇനി ആ വിഷയം സംബന്ധിയായി 4ാമത്തെ കാര്യം ഞാൻ അടുത്ത ഖുത്ബയിൽ ഇൻഷാഅല്ലാഹ് സൂചിപ്പിക്കും. അത് കുറച്ച് വിശാലമായി സംസാരിക്കേണ്ടതുള്ളത് കൊണ്ട് അടുത്ത ഖുത്ബയിൽ ഇൻഷാഅല്ലാഹ് സൂചിപ്പിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീനിനെ നമ്മൾ എത്രയാണോ മനസ്സിലേക്ക് ചേർത്തു വെച്ചിട്ടുള്ളത്, അള്ളാഹുവിന്റെ ദീനിന്റെ ആശയങ്ങളെ എത്രയാണോ നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ളത്, അതിനനുസരിച്ചാണ് അള്ളാഹിന്റെ അടുത്ത് നമ്മുടെ പ്രതിഫലം ഉണ്ടാവുക. അതുകൊണ്ട് പരമാവധി ജീവിച്ചിരിക്കുന്ന കാലം മരിക്കുന്നത് വരെ അള്ളാഹുവിന്റെ ദീനിനെ കൽബിലേക്ക് ചേർത്തു വെച്ച് അള്ളാഹുവിനോടുള്ള ഏറ്റവും നല്ല ബന്ധത്തോടെ ജീവിക്കാൻ അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് പ്രതിഫലം ഉറപ്പാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ സദഖ ഈ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള പിരിവാണ്. ഈ പള്ളിക്ക് വേണ്ടിയാണ്, നമ്മുടെ ഈ പള്ളിയുടെ അറ്റകുറ്റപ്പണിയും മറ്റു കാര്യങ്ങൾക്കും ഒക്കെയായി ഉപയോഗിക്കുന്ന ഒരു സദഖയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള സദഖയിൽ എല്ലാവരും അംഗങ്ങളാവണം, എല്ലാവരും സഹായിക്കണം, സഹകരിക്കണം. തന്റെ കയ്യിലുള്ള ചെറുതാണെങ്കിലും അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള സദഖയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്ന ആളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിമായതിന്റെ പേരിൽ കഷ്ടപ്പെടുന്ന പീഡിത
സഹായവും അനുഗ്രഹവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാത്തരം പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.